വേഗം വന്നിട്ടാ സംഗതി ആ കുഴപ്പ എന്തുട്ടാന്ന് കാര്യം സംഗതി ലൈവാണ് ബൈ. മുൻപൊരു ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കൊണ്ടുവന്നത്. 3-4-5 കൊല്ലം മുമ്പ് നടന്ന കഥ. സാർ നമുക്കൊരു ശ്വേതാജിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാം. പക്ഷേ നമ്മുടെ ഈ ഷോയിന്റെ മുമ്പ് റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞൊരു ഷോ വന്നിരുന്നു. അവിടെ സാറിന്റെ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ആ ആർട്ടിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമാണ്. ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു കളിയുണ്ടോ? ഞങ്ങൾ സന്തുഷ്ടരാണ്. ആ സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ സിനിമ ടിവിയിൽ കാണുമ്പോൾ നമ്മൾ ഇരുന്നൊന്ന് കാണും. ശരി, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ കാലഘട്ടത്തിലെ ഒരു ക്യാരക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ അഭിനയിക്കോ ഇല്ലയോ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്താ പറഞ്ഞേ? അബു സാറിന് അയാൾക്ക് വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ആലോചിക്കേണ്ടിരുന്നു. അതെന്താ അങ്ങനെ? ആ ക്യാരക്ടറിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? ആ ക്യാരക്ടറോടല്ല വിയോജിപ്പ്, ആ സിനിമയുടെ മൊത്തത്തിലെ ഒരു നറേഷനോട് കുറച്ച് വിയോജിപ്പുണ്ട്. എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നല്ലേ? ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം എങ്ങനെ ഒരു ബുദ്ധി? പക്ഷെ അതിൽ എന്ത് കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് പറയാം. ഇപ്പൊ ഗീതു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉള്ള ക്യാരക്ടറാണ്, അവൾക്ക് അവളുടെ ഫ്ലോസ് ഉണ്ട്. പറയാം, നെറികെട്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. സ്ത്രീ എന്ന് പറയുന്ന വർഗം എങ്ങനെയാ ജയിക്കാൻ വേണ്ടി സ്വന്തം കുറ്റങ്ങൾ പോലും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കും. ഒരു പബ്ലിക് വേദിയിൽ വെച്ച് സ്വന്തം ഭാര്യയെ അപമാനിക്കുന്നത് ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ജനങ്ങൾക്ക് പറയുന്ന ആ മെസ്സേജാണ് തെറ്റ്. നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ? ഹരം കൊള്ളിക്കല്ലേ? അല്ല, അതിപ്പോ അല്ലാതെ ഹീറോ തെറ്റുകാരനും ഹീറോയിൻ തെറ്റുകാരി അല്ല എന്നുമല്ല. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. ഹീറോ തെറ്റുകാരനും ഹീറോയിൻ തെറ്റുകാരി അല്ല എന്നുമല്ല, അതിലെ മെസ്സേജ്, അതിന്റെ എടുക്കുന്ന മെത്തേഡാണ് ശരിയല്ലാത്ത. ഇത് അത് മാത്രം പറയരുത് മോളെ. ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും ഞാൻ പറയുക. എനിക്ക് പറയാനുള്ളത് ഇത്രയാണ്. അന്ന് ആ കുട്ടിക്ക് അതൊരു നിധി പോലെയായിരുന്നു. വെളച്ചിലാണിത്. കൂടുതൽ ഓസ്മാർട്ടാകാൻ നോക്കരുതേ. ആർട്ടിസ്റ്റിന് അന്ന് നിധി കിട്ടിയതുപോലെയായിരുന്നു ആ സിനിമയും അന്നത്തെ എന്റെ സിനിമയും. ഞാനെന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം നിധി പോലെയും ആ കഥാപാത്രം നിധി പോലെയും. കുട്ടിക്കൊരു സത്യം അറിയോ? ആരോടും പറയരുത്, ഞാനൊരു വലിയ സംഭവമാണ് സാർ. എനിക്കിത് ചെയ്യാൻ പറ്റുമോ സാർ? ഇത്രയും ഹെവി ആയിട്ടങ്ങ് ഞാൻ അഭിനയിക്കുമോ സാർ? ഞാൻ പറഞ്ഞ്, നീ വില്ലിങ് ആണെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട ചുമതല എനിക്കാണ്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? ഒരു കഥാകാരൻ എന്നുള്ള നിലയ്ക്ക് അതിൽ എന്ത് സ്ത്രീ വിരുദ്ധതയാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. താൻ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ. ഞാൻ പറയുന്നത് മാത്രമേ വിശ്വസിക്കാവൂ. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ആ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് അതൊരു നിധി പോലെ ആയിരുന്നു. ഇപ്പോ അവര് കുറച്ചുകൂടെ വലുതായി കാണുമായിരിക്കും, എനിക്കറിയില്ല. വിശ്വസിച്ചൊന്ന് കുനിഞ്ഞു നിൽക്കാൻ പറ്റുകയില്ല, കുരിപ്പുകളുടെ കളി കണ്ടില്ല. അപ്പോ അവർക്കതൊരു എന്താ പറയാ, ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പൊ വേണമെങ്കിൽ തോന്നും. നേരെയാവില്ല, എല്ലാവരും അനുഭവത്തിൽ നിന്ന് പഠിച്ചോളും. അതിന് ഇനിയും ഉദാഹരണങ്ങളുണ്ട്. ദയവ് ചെയ്ത് ഞാൻ പറയുന്നില്ല. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നുള്ളൂ, അല്ലെങ്കിൽ പക്ഷെ ആ സിനിമ അന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. സൂപ്പർ ഹിറ്റ്. എന്നാ രക്ഷപ്പെട്ട്. ശരി എന്നാ ബൈ.